ഹലോ ഫ്രണ്ട്സ്, എഡ്യൂ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളെക്കുറിച്ചും GNM നഴ്സിംഗ് കോഴ്സിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമാണ്. നഴ്സിംഗ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് GNM കോഴ്സ് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ധാരാളം ജോലി അവസരങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണിത്. +2 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് മെഡിക്കൽ ഫീൽഡിൽ ചേരാൻ കഴിയുന്ന ഒരേ ഒരു കോഴ്സാണ് GNM അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. ആദ്യം തന്നെ GNM കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കാം. GNM കോഴ്സിന്റെ കാലാവധി സാധാരണയായി 3 വർഷമാണ്. 6 മാസത്തെ ഇന്റേൺഷിപ്പ് കൂടി കൂട്ടിയാൽ മൊത്തം 3.5 വർഷം വരും. ഇനി GNM കോഴ്സിന്റെ പ്രവേശന യോഗ്യത എന്താണെന്ന് നോക്കാം. LBS വഴി ഗവൺമെന്റ് GNM കോളേജുകളിൽ അപേക്ഷിക്കാൻ മിനിമം 40% മാർക്കോടെ ഏതെങ്കിലും +2 പരീക്ഷ പാസ്സായിരിക്കണം എന്നതാണ് നിബന്ധന. സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് മുൻഗണനയുണ്ട് എങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും GNM കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ GNM അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഭൂരിഭാഗം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലും GNM നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നേടാൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50%എങ്കിലും +2 പരീക്ഷ പാസ്സായിരിക്കണം. അധികം കോളേജുകളും +2 സയൻസ് വിദ്യാർത്ഥികളെയാണ് സാധാരണയായി അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ വളരെ കുറച്ച് പ്രൈവറ്റ് കോളേജുകൾ +2 ഹ്യൂമാനിറ്റീസ് പാസ്സായവർക്കും അഡ്മിഷൻ നൽകുന്നുണ്ട്. അതിനാൽ ഓരോ കോളേജുകളിലെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിഞ്ഞ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി GNM നഴ്സിംഗ് അഡ്മിഷന് എൻട്രൻസ് എക്സാം ഉണ്ടോ എന്ന് നോക്കാം. GNM കോഴ്സിന് എൻട്രൻസ് എക്സാം ഇല്ല. കേരളത്തിൽ GNM അഡ്മിഷൻ നടക്കുന്നത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് LBS വഴിയാണ്. അപ്ലൈ ചെയ്യാനുള്ള LBS പോർട്ടലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് ശ്രദ്ധിക്കുക. പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ നടക്കുന്നത് അതാത് കോളേജുകൾ വഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എഡ്യൂക്കേഷൻ സംബന്ധമായ നിരവധി കോഴ്സുകളുടെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. ഇനി GNM മെറിറ്റ് കോട്ട റാങ്ക് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് മനസ്സിലാക്കാം. കേരളത്തിൽ സർക്കാർ കോളേജുകളിലേക്കുള്ള GNM കോഴ്സിന്റെ അഡ്മിഷനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രൈവറ്റ് ജനറൽ നഴ്സിംഗ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട ലഭ്യമാണ്. പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അക്കാര്യം അറിയിച്ചാൽ ഗൈഡൻസ് നൽകുന്നതാണ്. GNM കോഴ്സിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, കേരളത്തിലെ ഭൂരിഭാഗം പ്രൈവറ്റ് ജനറൽ നഴ്സിംഗ് കോളേജുകളിലും മാനേജ്മെന്റ് കോട്ടയിൽ വിവാഹിതരായ ആപ്ലിക്കൻസിനെ പൊതുവെ അഡ്മിറ്റ് ചെയ്യാറില്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇനി GNM കോഴ്സ് ഫീ എത്രയാണെന്ന് നോക്കാം. ഏകദേശം 50,000 രൂപയാണ് കേരളത്തിൽ GNM കോഴ്സിന്റെ വാർഷിക ഫീസ്. ഓരോ വർഷവും ഫീസിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. ആദ്യത്തെ വർഷം അഡ്മിഷൻ ഫീസ്, യൂണിഫോം ചാർജ് തുടങ്ങി ഏകദേശം 15,000 രൂപയോളം അധികം വരും എന്നുകൂടി സൂചിപ്പിക്കട്ടെ. ഇതുകൂടാതെ ഹോസ്റ്റൽ ഫീസായി ഏകദേശം 65,000 രൂപ മുതൽ 75,000 രൂപ വരെ ഓരോ വർഷവും നൽകേണ്ടതുണ്ട്. GNM കോഴ്സ് ഫീ എല്ലാ കോളേജുകളിലും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും എങ്കിലും ഹോസ്റ്റൽ ഫീസ് ഓരോ കോളേജിലും വ്യത്യസ്തമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. ഇനി കേരളത്തിലെ GNM കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഗവൺമെന്റ് GNM കോളേജുകൾ ഇവയാണ്. 1 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട്, 2 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയം, 3 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, 4 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് എറണാകുളം, 5 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇടുക്കി, 6 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊല്ലം, 7 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാസർഗോഡ്, 8 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് മലപ്പുറം, 9 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട്, 10 ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തൃശൂർ. ഇനി സ്വകാര്യ മേഖലയിലെ ചില പ്രധാനപ്പെട്ട ജനറൽ നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, 2 സ്കൂൾ ഓഫ് നഴ്സിംഗ് അമല ഹോസ്പിറ്റൽ തൃശൂർ, 3 സ്കൂൾ ഓഫ് നഴ്സിംഗ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം, 4 ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, 5 കിം സ്കൂൾ ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം. ഇനി GNM കഴിഞ്ഞവർക്കുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. GNM കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് എന്നിവിടങ്ങളിൽ ജോലി ലഭിക്കുന്നതാണ്. കൂടാതെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമുള്ള ഹോസ്പിറ്റലുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ജോലി തേടാവുന്നതാണ്. പിന്നെ ഉപരിപഠനത്തിന് താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പിന്നെ നഴ്സിംഗിൽ PhDയും നേടാവുന്നതാണ്. ചുരുക്കത്തിൽ ജനറൽ നഴ്സിംഗ് കോഴ്സ് മെഡിക്കൽ പ്രൊഫഷനിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ്. +2 സയൻസ് പഠിക്കാത്തവർക്ക് മെഡിക്കൽ രംഗത്തേക്ക് കടക്കാൻ പറ്റിയ ഒരേ ഒരു കോഴ്സാണിത്. BSc നഴ്സിംഗ് കൂടാതെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഒന്നും തന്നെ
അത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സായാലും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായാലും +2 സയൻസ് പ്രത്യേകിച്ച് ബയോളജി പഠിക്കാതെ അഡ്മിഷൻ ലഭിക്കില്ല എന്നത് മനസ്സിലാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുതേ. GNM കോഴ്സിന് ശേഷം പോസ്റ്റ് BSc നഴ്സിംഗ് എവിടെ പഠിക്കാം, കൂടാതെ MSc നഴ്സിംഗ്, PhD നഴ്സിംഗ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC കോഴ്സ് തുടങ്ങിയ എല്ലാ കോഴ്സുകളെയും കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.